ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്. നമ്മളിപ്പോൾ പൊട്ടൻഷ്യലല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഒരു സർക്കുലാർ റിങ് വിചാരിക്കുക. സർക്കുലാർ റിങ് ആയത് റിങ് ഈസ് യൂണിഫോംലി ചാർജ്ഡ് സർക്കുലാർ റിങ് ആണ്. ഇതിൻ്റെ ചാർജ് ഞാൻ ക്യൂ എന്നെടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള റിങ്ങിനെ നമ്മൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ റിങ്ങിന്. അപ്പോൾ റിങ്ങിൻ്റെ ഈ സെൻറ്ററിലൂടെ പോകുന്ന ലൈനാണ് അതിൻ്റെ ആക്സിയൽ ലൈൻ അല്ലേ. അപ്പോൾ റിങ്ങിൻ്റെ ആക്സിയൽ ലൈൻ വരും. ആക്സിയൽ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുത്തു, എക്സ്. ഇതിൻ്റെ റേഡിയസ് ആർ എന്നെടുത്തു. ഓക്കെ, റിങ്ങിൻ്റെ കേസിൽ ഈ പോയിൻ്റിലുള്ള ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഓൺ ദ ആക്സിയൽ ലൈൻ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at a point on the axial line of uniformly charged circular ring. സർക്കുലർ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യൽ ഇതിനെല്ലാം ഇക്വേഷൻ മതി കേട്ടോ. ഇതൊന്നും നിങ്ങളെ NCERT ബുക്കിൽ ഇല്ലാത്തതാണ്. ഞാൻ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q എന്ന് പറയുമ്പോൾ റിങ്ങിൻ്റെ ടോട്ടൽ ചാർജ്, Q ബൈ ക്യാപിറ്റൽ ആർ എടുത്ത റേഡിയസ്, Q ബൈ √r² + x² ആണ്. √r² + x² എന്ന് പറയുന്നത് ശരിക്കും ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും? ഇത് ആറും ഇത് എക്സും അല്ലേ. അപ്പോൾ ഈ സംഭവമാണ് ശരിക്ക് √r² + x² അല്ലേ, 6x. അപ്പോൾ √r², അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ആ ഡിസ്റ്റൻസ് ആണ് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, ഇതാണ് റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിൽ അറ്റ് സെൻറ്റർ എന്ത് വരും? നമ്മളിപ്പോൾ എഴുതിയത് ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് അല്ലേ, ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ അറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എക്സ് എന്തായി വരും? എക്സ് ഡിക്രീസ് ചെയ്ത് വരും. അങ്ങനെ വന്ന് സെൻറ്ററിലെത്തുമ്പോൾ എന്തില്ല? എക്സ് ഇല്ല. എക്സ് കുറഞ്ഞ് സെൻറ്ററിലെത്തുമ്പോൾ എക്സ് 0 ആയി. അപ്പോൾ അറ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എക്സ് 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താവും? 1/4πε0 Q ബൈ എക്സ് ഇല്ല, √r². അപ്പോൾ R വരും. ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഓഫ് സർക്കുലാർ റിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്ററിൽ ഇങ്ങനെയാണ്, ആക്സിയൽ ലൈനിൽ ഇങ്ങനെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 റിങ് വിചാരിക്കുക, 2 സർക്കുലർ റിങ്. ഇതിൻ്റെ ചാർജ് Q1. ഞാൻ ചാർജ് ചെയ്യാൻ മാർക്ക് ചെയ്യുന്നില്ലേ, ചാർജ് Q1 ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. വേറൊരു റിങ്, ഇതിൻ്റെ ചാർജ് Q2. രണ്ടിനും റേഡിയസ് സെയിമാണ്. റേഡിയസ് 2 റിങ്ങിനും സെയിമാണ്. ഓക്കെ, അപ്പോൾ 2 റിങ്ങുകൾ, ഇങ്ങനെയുള്ള 2 റിങ്ങുകൾ നിങ്ങൾ ഇങ്ങനെയാണ് വെച്ചത് അല്ലേ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന റിങ്ങിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ എൻ്റെ ആക്സിയൽ ലൈൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കാണണം. ഈ ഒന്നാമത്തെ സർക്കുലാർ റിങ്ങിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഓഫ് ഫസ്റ്റ് റിങ്. അപ്പോൾ ഈ പോയിൻ്റ്, ഈ ഡിസ്റ്റൻസ് ഒരു D നിർത്തുക, D. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് ഈ റിങ്ങിൻ്റെ ഫസ്റ്റ് റിങ്ങിൻ്റെ സെൻറ്ററിലല്ലേ. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യലിനെ V1 എടുക്കുന്നത്, V1 പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഓഫ് ഫസ്റ്റ് റിങ്. അപ്പോൾ ഈ പോയിൻ്റ് ഉള്ളത് ഒന്നാമത്തെ റിങ്ങിൻ്റെ സെൻറ്ററിലല്ലേ. സെൻറ്ററിലാണ് പൊട്ടൻഷ്യൽ എത്ര? സെൻറ്ററിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ 1/4πε0 Q ബൈ R. അപ്പോൾ ഇതിൻ്റെ ചാർജ് Q1 ആണ്. Q1 ഇതിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ 1/4πε0 സെൻറ്ററിലാകുമ്പോൾ എന്നാൽ Q ബൈ R എന്ന് പറയുമ്പോൾ Q1 ബൈ R കഴിഞ്ഞിട്ടില്ല. പൊട്ടൻഷ്യൽ സ്കേലറാണ് അല്ലേ. അതുകൊണ്ട് ടോട്ടൽ കാണാൻ എപ്പോൾ എന്ത് ചെയ്താൽ മതി? നേരിട്ട് അങ്ങ് ആഡ് ചെയ്താൽ മതി. പ്ലസ് ഈ പോയിൻ്റ് ഉള്ളത് ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ സെൻറ്ററിലാണ്. ഈ റിങ്ങിൻ്റെ സെൻറ്ററിലായതുകൊണ്ടാണ് ഈ ഫോമുല, സെൻറ്ററിലുള്ള ഫോമുലയാണ് ഇത്. പ്ലസ് ഈ പോയിൻ്റ് ഉള്ളത് എവിടെയാണ്? ഈ പോയിൻ്റ് ഉള്ളത് ഈ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനല്ലേ ഇത്. അപ്പോൾ ഈ പോയിൻ്റ് ഉള്ളത് രണ്ടാമത്തെ ഈ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിലുള്ളത്. ആക്സിയൽ ലൈനാണ്. ആക്സിയൽ ലൈനിൽ എത്രയാണ്? അപ്പോൾ ആ റിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ ചാർജ് എത്രയാണ്? Q2. അപ്പോൾ 1/4πε0 Q2 ബൈ ആക്സിയൽ ലൈനിൽ √r² + x². x എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് D ആണ്. അപ്പോൾ ആ രൂപത്തിൽ എഴുതണം പൊട്ടൻഷ്യൽ.
അപ്പോൾ ഈ പോയിൻ്റ് ഉള്ളത്, ഈ പോയിൻറ്റിനെ നിങ്ങൾ രണ്ടായിട്ട് കൺസിഡർ ചെയ്യണം. ഒന്ന് ഇതിൻ്റെ സെൻട്രലായതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ, സെൻട്രൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഇനി ഈ പോയിൻ്റ് ഉള്ളത് ആ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിൽ, അപ്പോൾ ആക്സിയൽ ലൈനിൻ്റെ ഫോമുല ഇങ്ങനെയാണ്. അതുപോലെ V2 എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ V2 ഇതിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ എങ്ങനെ വരും? ഇതിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ പോയിൻ്റ് ഉള്ളത് ഈ റിങ്ങിൻ്റെ സെൻറ്ററിലാകുമ്പോൾ, അപ്പോൾ ഈ റിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ ചാർജ് Q2 ആണ്. അപ്പോൾ സെൻറ്ററിൽ അപ്പോൾ 1/4πε0 സെൻട്രലാകുമ്പോൾ എന്താ പഠിച്ചേ? Q/R എന്ന് പറയുമ്പോൾ Q2/R പ്ലസ് ഈ റിങ്ങിൻ്റെ സെൻറ്ററിൽ, അതുകൊണ്ട് ഈ ഫോമിൽ എടുത്തു. പിന്നെ ഈ പോയിൻ്റ് എവിടെയാണുള്ളത്? ഈ പോയിൻ്റ് ഉള്ളത് ഈ റിങ്ങിൻ്റെ ആക്സിയൽ ലൈനിലാണ്. അപ്പോൾ എന്ത് വരും? 1/4πε0 Q/, ആക്സിയൽ ലൈൻ എന്ന് പഠിച്ച √ Qൻ്റെ സ്ഥാനത്ത് ഇതിൻ്റെ Q1 ഇതിൻ്റെ ആക്സിയൽ ലൈൻ. അപ്പോൾ Q1/√R² + x², d². ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയി ചോദിച്ചെങ്കിലോ? അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എഴുതി, അതിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എഴുതി. ഇനി ഡിഫറൻസ് ആയി ചോദിച്ചെങ്കിൽ രണ്ടും മൈനസ് ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. V1 - V2 അല്ല V2 - V1 ഡിഫറൻസ് ആയി ചോദിച്ചെങ്കിൽ. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. അടുത്ത ഇതും നിങ്ങളെ NCERT സിലബസ് ഇല്ലാത്തതാണ്. ഇക്വേഷൻ പറഞ്ഞു തരാം. അതായത് ഇതിന് പകരം ഇപ്പോൾ ഒരു സർക്കുലർ ഡിസ്ക്കാന്ന് വിചാരിച്ചാൽ, സർക്കുലർ ഡിസ്ക് വിചാരിക്കും നിങ്ങൾ, ഡിസ്ക്കാണ്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് R ആണെന്ന് വിചാരിച്ചോ. റേഡിയസ് R. ഓക്കെ, R ആണ് അതിൻ്റെ റേഡിയസ് R. ഇത് യൂണിഫോംലി ചാർജ്ഡ് ഡിസ്ക്കാണ്. ഡിസ്ക് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ? ഡിസ്ക് എന്ന് പറയുമ്പോൾ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി അല്ലേ. ഓക്കെ, ഇതിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നടക്കുന്ന ലൈനായിരിക്കും അതിൻ്റെ ആക്സിയൽ ലൈൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കിനെ നമ്മൾ ഇങ്ങനെ വെച്ച്, അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്സിയൽ ലൈൻ. ഇതിൻ്റെ ആക്സിയൽ ലൈനിലുള്ള ഡിസ്കിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ എന്താ ഹെഡിങ്? പൊട്ടൻഷ്യൽ അറ്റ് പോയിൻ്റ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് സർക്കുലർ ഡിസ്ക്. ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എടുത്തു. ഡിസ്കിൻ്റെ ആക്സിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യലാണ്. ഇക്വേഷൻ ഇങ്ങനെയാണ്: σ/2ε0 ഇൻറ്റു √R² + x² - x. ഇതാണ് ഫോമുല. ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ ആവശ്യമില്ല കേട്ടോ. ഇതന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിലില്ല, ഞാൻ ഇക്വേഷൻ പറഞ്ഞതേ ഉള്ളൂ. σ/2ε0 √R² + x² - x. ഇതാണ് ഒരു യൂണിഫോം. സിഗ്മ എന്ന് പറയുമ്പോൾ, സിഗ്മ എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ ഏരിയ. സിഗ്മ = Q/A അല്ലേ. ഇതിൻ്റെ ചാർജ് ഇതിനകത്തുള്ള ചാർജ് ബൈ ഏരിയ, ചാർജ് Q/A, അതാണ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ അറ്റ് സെൻറ്റർ ഓഫ് ദ ഡിസ്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? നമ്മൾ ഇങ്ങോട്ട് വരും അല്ലേ. സെൻറ്റർ ഓഫ് ദ ഡിസ്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് നേരത്തെ പറഞ്ഞ പോലെ എക്സ് കുറഞ്ഞ് എക്സ് എന്തായി? 0 ആയി. അപ്പോൾ സെൻറ്ററിലെത്തുമ്പോൾ എക്സ് 0 ആയി. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഓഫ് ദ ഡിസ്ക്. അപ്പോൾ എക്സ് ഇല്ല. ഓക്കെ, എക്സ് 0. അപ്പോൾ എന്ത് വരും? സിഗ്മ √R² എന്ന് പറഞ്ഞാൽ ബാർ കൊടുക്കുക. σR/2ε0 വരും. σR/2ε0 ആയിരിക്കും പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ ഓഫ് എ യൂണിഫോംലി ചാർജ്ഡ് സർക്കുലർ ഡിസ്ക്. ഡിസ്കിൻ്റെ സെൻറ്ററിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇങ്ങനെയായിരിക്കും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at a point due to an electric dipole. Electric potential at a point due to an electric dipole. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു ഡൈപോൾ വിചാരിക്കുക. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഡൈപോൾ -Q + Q, ഓക്കെ, സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ.
സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് 2a. സ്മോൾ ഡിസ്റ്റൻസ് 2a. ഇതിൽ ഡൈപോൾ മൈനസ് ക്യൂന്ന് പ്ലസ് ക്യൂയിലേക്കാണ് പി അല്ലേ. പീൻ്റെ പേരെന്താണ്? പീൻ്റെ പേര് ഡൈപോൾ മൊമെൻ്റ് അല്ലേ. ഡൈപോൾ മൊമെൻ്റ്. പി ഈസ് കോൾഡ് ഡൈപോൾ മൊമെൻ്റ്. ദാറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ഫ്രം മൈനസ് ക്യൂ ടു പ്ലസ് ക്യൂ. പീൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? പി എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു അല്ലേ. പി ഡൈപോൾ മൊമെൻ്റ് പി ഈക്വൽ ക്യൂ ഇൻറ്റു 2a. അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ്. തൽക്കാലം നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റ്, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സംഭവം എന്തായിരുന്നു? പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു 1 കുളമ്പിനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് അല്ലേ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ പോയിന്റ് വരെ എത്തിക്കാനുള്ള വർക്ക്, വർക്കാണ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് പിയിലുള്ള പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഞാൻ ഈ ഡിസ്റ്റൻസ്, പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഞാൻ R1 എന്നെടുത്തു. R1. ഓക്കെ, ഈ ഡിസ്റ്റൻസ് നമ്മൾ R2 എന്നെടുത്തു. പൊട്ടൻഷ്യൽ ഈസ് എ സ്കേലർ ആയതുകൊണ്ട് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണം. ഇതൊരു പോയിൻ്റ് ചാർജ് അല്ലേ, പോയിൻ്റ് ചാർജ് ആക്കി. ഇത് ജസ്റ്റ് ഇത് മാത്രം എടുക്കണേ ഒരു പോയിൻ്റ് ചാർജ് അല്ലേ. ടോട്ടലി ഇറ്റ് ഈസ് എ ഡൈപോൾ എന്ന് പറയുമ്പോൾ 2 പോയിൻ്റ് ചാർജ് ആണല്ലോ. അപ്പോൾ ഒരു പോയിൻ്റ് ചാർജിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ ഇൻഡിക്കേഷൻ 1/4πε0 Q/R. അപ്പോൾ ഇതിൻ്റെ കേസിൽ Q/R2, പൊട്ടൻഷ്യൽ Q/R2. ഇതിൻ്റെ കേസിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ പൊട്ടൻഷ്യലിൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് എന്ന് എടുക്കണം. അതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇത് മൈനസ് ക്യൂ ആണെങ്കിൽ മൈനസ് എന്ന് എടുക്കണം പൊട്ടൻഷ്യലി. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? മൈനസ് എടുക്കണം അല്ലേ. അപ്പോൾ -1/4πε0 Q/R എന്ന് പറയുമ്പോൾ Q/R1 പോയിൻ്റ് ചാർജിൻ്റെ ഇക്വേഷനിൽ 1/4πε0 Q/R എന്നാണ്. അപ്പോൾ ഇത് Q/R1 വരും, ഇത് Q/R2 വരും. പക്ഷേ ഇതിൽ മൈനസ് ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ത് വരും? അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി എന്ത് വരും? 1/4πε0. ആദ്യം ഈ മൈനസ് ക്യൂ ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് എടുക്കണം അല്ലേ. മൈനസ് Q/R1 വരും. Q/R1 പ്ലസ് 1/4πε0 Q/R എന്ന് പറയുമ്പോൾ Q/R2 വരും. ഇതിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 Q ടേക്ക് ഔട്ട് സൈഡ്. ഇതിൽ നെഗറ്റീവ് ഉണ്ടല്ലോ, ഇതിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ആദ്യം ഈ ടേം എഴുതിക്കോ. ഇത് ആദ്യം എഴുതുമ്പോൾ 1/R2 വരും. 1/R2 മൈനസ് ഇത് മൈനസ് 1/R1 വരും. R1. ഇനി നമ്മൾ ഇതാണ് സംഭവം, ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് പി. ഈ പിയിലുള്ള പൊട്ടൻഷ്യൽ. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താണ്. മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഡൈപോളിൻ്റെ ഇപ്പോൾ R1 R2 അളന്നത് ഇതിൻ്റെ ഓരോ എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ R1 R2. നമ്മൾ ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് അളക്കുക, ഡൈപോളിൻ്റെ സെൻറ്റർ മുതലാണ്. ഈ ഡൈപോളിൻ്റെ സെൻറ്റർ മുതലാണ് ഡിസ്റ്റൻസ് പറയുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ 6 നിർത്തും. 6. ഈ ആറും പിയും തമ്മിൽ ഓക്കെ ഇവിടെ ഒരു ആംഗിൾ എടുക്കുന്നു തീറ്റ, ആറും പിയും തമ്മിൽ, അത് അവിടെ എടുക്കട്ടെ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ 6 നിർത്തും. ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് പ്രോബ്ലം ചെയ്യുന്നവരെല്ലാം നമ്മൾ ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് പറയും ഈ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് കൊണ്ടുവരണം. അതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഉള്ളത് R1 R2 എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതുമാണ്. അപ്പോൾ R1നെ മാറ്റണം ഇൻ ടേംസ് ഓഫ് R. അതുപോലെ R2നെ മാറ്റണം ഇൻ ടേംസ് ഓഫ് R. എന്ന് പറഞ്ഞാൽ R1ഉം R2നെയും മാറ്റിയിട്ട് നമുക്ക് ഇത് ഈക്വേഷൻ്റെ അകത്ത് R കൊണ്ടുവരണം. 6 ഈ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് കൊണ്ടുവരണം. അതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഡൈപോൾ എന്ന് പറയുമ്പം ഡൈപോളിൻ്റെ ഡെഫിനിഷൻ പ്രകാരം പോസിറ്റീവ് ചാർജും അല്ലേ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ ഡൈപോൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിൻ്റ് എടുത്തു.
ഈ പോയിന്റ് ഇവിടെ മുതലുള്ള ദൂരമല്ലേ R1. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് വിട്ടുക വെച്ചാൽ ഇവിടെ -Q നോക്കൂ, ഈ ദൂരമല്ലേ R1. ഇതിൻ്റെ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് അല്ലേ 6, അങ്ങനല്ലേ പറഞ്ഞത്. സെൻറ്റർ ഇത് മുതൽ R1 സെൻറ്റർ മുതൽ 6. അപ്പോൾ കൂടുതൽ ഏതാ? R1 ആണ് കൂടുതൽ. R1 ആണ് കൂടുതൽ. R1 ഗ്രേറ്റർ ദാൻ R ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ R എന്ന് പറഞ്ഞാൽ ഇവിടെ മുതലാണ്, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് 6. ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ R1 ഈ ടോട്ടൽ ഡിസ്റ്റൻസും ഈ R1 ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. R1 ഈ ടോട്ടൽ ഡിസ്റ്റൻസും ഇവിടെ മുതലാണ്, ഇവിടെ മുതലുള്ള ഈ ടോട്ടൽ ഡിസ്റ്റൻസും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. കാരണം ഡൈപോളിൽ +Q -Q രണ്ട് ചാർജ് അത്രയും ക്ലോസ് അല്ലേ, അത്രയും അടുത്തല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ R1 ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്, ഈ ലൈനൊന്ന് ഇവിടെ മുതലാണ് ഈ O എന്ന് പറയുന്ന പോയിന്റ് OP ആണ് ശരിക്കാർ R. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? ഈ ലൈനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് വേണേൽ ഒരു N കൊടുത്തു, N. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഈ ആംഗിൾ 90. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ പ്രകാരം R1 എന്തായിരിക്കും? R1 = ഇവിടെ മുതൽ ഇവിടെ വരെയാണ്, സെൻറ്റർ മുതൽ ഇവിടെ വരെയാണ് 6. അപ്പോൾ ഇത് 6 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആരും ഈക്വൽ ആയിരിക്കുന്നത് ഇപ്പം പറഞ്ഞേ ഈ R1 ഈ R1 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. R1 ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് സെയിം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ R1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ത് വരും? സെൻറ്റർ മുതൽ ഇവിടെ വരെ എത്രയാണ്? 6 ആണ്. R പ്ലസ് ഇത് R പ്ലസ് ON, ഈ ON R പ്ലസ് ON. ഇനി നമ്മൾ ഇതിൽ നിന്ന് ON കാണണം. ON എങ്ങനെ കാണും? ഈ ആംഗിൾ നമ്മൾ തീറ്റ എടുത്തു. അപ്പോൾ ആര് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇത് ആറും ഇത് ഡൈപോൾ മൊമെൻറ്റ് Pയും, ആറും Pയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, ഈ ഡൈപോളിൻ്റെ ഈ ആംഗിൾ 90. ഡൈപോളിൻ്റെ ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത്ത് 2A ആണ് അല്ലേ. 2A ആകുമ്പോൾ ഇത് A വരും. ഓക്കെ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ. റെഡി? തീറ്റ. ഇതിൽ ഏതാ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ട്ന്യൂസ് ഏതാ വരിക? ഈ ആംഗിൾ അല്ലേ 90. ഈ 90ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഹൈപ്പോട്ട്ന്യൂസ്. 90ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് A. അപ്പോൾ ഈ സൈഡാണ് ഹൈപ്പോട്ട്ന്യൂസ് വരിക. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് A ആണ്. അപ്പോൾ കോസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ = അഡ്ജസൻറ്റ് സൈഡ് ON ബൈ ഹൈപ്പോട്ട്ന്യൂസ് A. അപ്പോൾ ON ബൈ A. അപ്പോൾ ON എത്രയാണ്? ON = A കോസ് തീറ്റ. അപ്പോൾ R1 = R പ്ലസ് ON പകരം A കോസ് തീറ്റ. ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതാണ്ട R1 മാറ്റി ഇൻ ടേംസ് ഓഫ് R എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ R1 പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം R1ൻ്റെ സ്ഥാനത്ത്. ഇതേപോലെ ആരുണ്ട്? R2 എങ്ങനെ മാറ്റും? ഇതേപോലെ തന്നെ ഇതല്ലേ R, ഈ R-നേക്കാൾ കുറവല്ലേ R2. അപ്പോൾ ഇപ്പം നമ്മൾ R1 ഏറ്റവും കൂടിയോണ്ട് നമ്മൾ എന്താ ചെയ്തത്? R1 ആണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് നമ്മൾ ഈ ലൈനിനെ ഈ സെൻറ്റർ മുതൽ ഇവിടെയുള്ള R അതിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പെർപെൻഡിക്കുലർ വരച്ച് എന്നിട്ട് ഈ R1 ഈ ടോട്ടൽ ഡിസ്റ്റൻസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ 60 ചെയ്ത്. അതേപോലെ ഈ R-നേക്കാൾ കുറവാണല്ലേ R2 അല്ലേ ഏറ്റവും ലെസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരയ്ക്കുക. ഈ ആംഗിൾ 90. ഇത് ടോട്ടൽ 2A. അപ്പോൾ ഈ സൈഡ് A. ഈ 90ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഹൈപ്പോട്ട്ന്യൂസ്. അപ്പോൾ ഈ R2 എന്തായിരിക്കും? ഈ സെൻറ്റർ മുതൽ ഇത് ഒരു പോയിന്റ് M നിർത്തും. അപ്പോൾ ഏതും ഈക്വൽ ആയിരിക്കും. ഈ R2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും R2വും പിന്നെ M മുതൽ P വരെയും M മുതൽ പെർപെൻഡിക്കുലർ അങ്ങോട്ട് വരച്ചു. അപ്പോൾ R2വും MP-യും ഈ MP-യും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. അപ്പോൾ R2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ MP. ഈ MP-നെ എങ്ങനെ കാണാം? MP എന്ന് പറയുമ്പോൾ O മുതൽ P വരെ, സെൻറ്റർ മുതൽ P വരെ അത് R.
6. അപ്പോൾ അത് സെൻറ്റർ മുതൽ പി വരെ 6. ആ ടോട്ടൽ 6, ഇത് സെൻറ്റർ മുതൽ പി വരെയുള്ള 6 മൈനസ് 6ൻ്റെ അകത്ത് ഇത് മൈനസ് ചെയ്തായി, 6ൻ്റെ അകത്ത് ഇത് മൈനസ് ചെയ്താൽ OM മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ 6 മൈനസ് OM. അപ്പോൾ 6 മൈനസ് OM എന്ന് പറഞ്ഞാൽ ഇത് OM. അപ്പോൾ 6 മൈനസ് OM. അപ്പോൾ ബാക്കി M മുതൽ P വരെ കിട്ടും. ഓക്കെ അല്ലേ? ആ M മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആയിരിക്കും R2. ഇനി നമ്മൾ ഈ OM കാണണം. എഗെയിൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഹൈപ്പോട്ന്യൂസ് 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഹൈപ്പോട്ന്യൂസ് A. എഗെയിൻ കോസ് തീറ്റ കാണാം. ഇവിടുന്ന് കോസ് തീറ്റ ആയിക്കൽ എന്ത് വരും? OM ബൈ A വരും. OM ബൈ A. അപ്പോൾ OM ഈക്വൽ എന്ത് വരും? A കോസ് തീറ്റ. OM ഈക്വൽ ടു A കോസ് തീറ്റ. അപ്പോൾ R2 ഈക്വൽ ടു R മൈനസ് A കോസ് തീറ്റ. R2 ഈക്വൽ R മൈനസ് A കോസ് തീറ്റ. അപ്പോൾ R1ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, R2ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. ദർഫോർ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q ഇൻറ്റു 1/R2. 1/R2 എത്രയാണ്? R2 എന്ന് പറയുന്നത് R മൈനസ് A കോസ് തീറ്റ മൈനസ് 1/R1. R1 എത്രയാണ്? R1 അതാ R പ്ലസ് A കോസ് തീറ്റ. ഓക്കെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q ഇൻറ്റു ഇത് R പ്ലസ് A കോസ് തീറ്റ ഇവിടെ വരും അല്ലേ? R പ്ലസ് A കോസ് തീറ്റ മൈനസ് ഓഫ് ഇത് അങ്ങോട്ട് പോയി R മൈനസ് A കോസ് തീറ്റ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലോ, ഡിനോമിനേറ്ററിൽ എങ്ങനെയുള്ളത്? ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണല്ലേ എന്ന് പറഞ്ഞാൽ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. A സ്ക്വയർ മൈനസ് B സ്ക്വയർ. A സ്ക്വയർ എന്ന് പറയുമ്പോൾ R സ്ക്വയർ. A സ്ക്വയർ മൈനസ് B സ്ക്വയർ. B സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ അല്ലേ? എന്നാൽ A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി. A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഫോം. ഓക്കെ. അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q ഇൻറ്റു ഇത് മൈനസ് R ആവും. അപ്പോൾ R മൈനസ് R പോയി. ഇത് A കോസ് തീറ്റ. ഇവിടെ മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഇത് പ്ലസ് A കോസ് തീറ്റ. അപ്പോൾ A കോസ് തീറ്റ പ്ലസ് A കോസ് തീറ്റ. അപ്പോൾ 2A കോസ് തീറ്റ. 2A കോസ് തീറ്റ ഡിവൈഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ. ഇവിടെ കണ്ടോ Q ഇൻറ്റു 2A. Q ഇൻറ്റു 2A നമുക്കറിയാം. Q ഇൻറ്റു 2A ആണ് ഡൈപോൾ മൂവ്മെൻ്റ് അല്ലേ? Q ഇൻറ്റു 2A ആണ് ഡൈപോൾ മൂവ്മെൻറ്റ് P. അപ്പോൾ Q ഇൻറ്റു 2Aക്ക് പകരം ഡൈപോൾ മൂവ്മെൻറ്റ് P. അപ്പോൾ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q ഇൻറ്റു 2A എന്ന് പറയുമ്പോൾ P കോസ് തീറ്റ ഡിവൈഡ് ബൈ R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് ഡൈപോളിൻ്റെ കേസിൽ അറ്റ് എനി പോയിൻ്റ്, ഏതോ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തിരിക്കുന്ന പോയിൻ്റ് ഇതാണ്. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കാണേണ്ട ഫോമുല അത്, ആ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ. ഇനി നമ്മളിവിടെ ഒരു അസംഷൻ എടുക്കുകയാണ്. ഡൈപോളിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഡൈപോൾ എന്ന് പറയുമ്പോൾ -Q + Q സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മൾ 2A ഇതിൻ്റെ ഹാഫ് അല്ലേ A. അപ്പോൾ ഈ ഡൈപോൾ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് വളരെ സ്മോളാണ്. അപ്പോൾ A എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 2A അല്ലേ, ഇത് വളരെ സ്മോളാണ്, എന്നാലേ അതിനെ ഡൈപോൾ എന്ന് വിളിക്കൂ അല്ലേ? അപ്പോൾ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ. അപ്പോൾ A എന്ന് പറയുന്നത് അല്ലെ 2A എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ സ്മോളാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ 6. നമ്മൾ കണ്ടത് ഈ P എന്ന് പറയുന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ അല്ലേ. ഈ P എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി അകലെയാണെങ്കിലോ, ഈ P എന്ന് പറയുന്ന പോയിന്റ് കുറച്ചുകൂടി അകലെയാണെങ്കിൽ അവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ 6. അപ്പോൾ 6 എത്ര വേണമെങ്കിലും കൂടാലോ. ഈ P എന്ന് പറയുന്ന പോയിന്റ് മാറുന്നതിന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഈ 6 കൂടിയില്ലേ, കാരണം Pയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ 6. അപ്പോൾ 6 എത്ര വേണമെങ്കിലും കൂടാം. പക്ഷേ ഡൈപോളിൻ്റെ ഇത് പ്രകാരം A വളരെ സ്മോളാണ്. അപ്പോൾ നമുക്കൊരു കാര്യം അസ്യൂം ചെയ്താലോ, ലെറ്റ് R വെരി മച്ച് ഗ്രേറ്റർ ദാൻ A. അപ്പോൾ R വെരി മച്ച് ഗ്രേറ്റർ ദാൻ അപ്പോൾ A വളരെ സ്മോളാണ്. A വളരെ സ്മോളായതുകൊണ്ട് ഇത് മൊത്തത്തിൽ വളരെ സ്മോളായിരിക്കും ഈ ടേം. സോ ഈ ടോട്ടൽ ടേം A വളരെ സ്മോളായതുകൊണ്ട് ഈ ടോട്ടൽ ടേം നമുക്ക് എന്ത് ചെയ്യാൻ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ടോട്ടൽ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്താൽ ബാക്കി എന്ത് വരും? ദർഫോർ V = 1/4 എപ്സിലോൺ 0 ഇത് നെഗ്ലക്റ്റ് ചെയ്തു. P cos θ/R². P cos θ/R².
ഇങ്ങനെ വരും പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡൈപോളിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ അല്ലേ. ഡൈപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ആണ്. ഇനി നമ്മളൊരു കാര്യം, നമ്മൾ ഡൈപോളിൻ്റെ ഈ കേസിൽ ഈ ആംഗിൾ ആണല്ലോ തീറ്റ. നമ്മൾ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിനെ നേരെ വരക്കുന്ന ലൈനല്ലേ ആക്സിയൽ ലൈൻ. ഓക്കെ, ഇപ്പം നമ്മളെ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയല്ലേ ഉള്ളത്. ഈ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇവിടത്തേക്ക് ജോയിൻ ചെയ്താൽ ഇതാണ് ആറ്. ഈ ആംഗിളല്ലേ തീറ്റ, ഈ കാണുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിലോ, പി എന്ന് പറയുന്ന പോയിൻ്റ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ യോജിപ്പിച്ചാൽ ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ തീറ്റ ഇവിടുന്ന് ഇവിടത്തേക്ക് വരുമ്പോൾ കുറഞ്ഞു വരുന്നില്ലേ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഇതാണ് തീറ്റ അല്ലേ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇങ്ങനെ താഴോട്ട് വരുന്നതിനനുസരിച്ച് ആര് കുറയും? തീറ്റ കുറഞ്ഞ്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ എത്തിയാലോ, അപ്പോൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താഴോട്ട് വരുന്നതിനനുസരിച്ച് ഈ തീറ്റ ഇങ്ങനെ കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ തീറ്റ ഉണ്ടാവില്ല. അപ്പോൾ ഏത് ലൈനിൽ? ഈ ലൈനിൻ്റെ പേര് ആക്സിയൽ ലൈൻ. ഡൈപോളിൻ്റെ ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലെത്തുമ്പോൾ ആര് സീറോ? തീറ്റ സീറോ. ആക്സിയൽ ലൈനിൽ തീറ്റ സീറോ. അപ്പോൾ ആക്സിയൽ ലൈനിൽ തീറ്റ സീറോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഓൺ ആക്സിയൽ ലൈൻ. അപ്പോൾ ആക്സിയൽ ലൈനിൽ എന്താ സംഭവിക്കുന്നത്? തീറ്റ സീറോ. അപ്പോൾ കോസ് സീറോ 1. അപ്പോൾ P/r² ഉണ്ടാവും. അപ്പോൾ 1/4πε0 P/r² ഉണ്ടാവും. തീറ്റ സീറോ, കോസ് സീറോ 1. ഇതാണ് പൊട്ടൻഷ്യൽ ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ഡൈ. കാരണം ആക്സിയൽ ലൈനിൽ തീറ്റ എന്താവും? സീറോ ആവും. ഈ ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇക്വിറ്റോറിയൽ ലൈൻ ഇങ്ങനെയല്ലേ, ഇവിടെയാണ് പോയിൻ്റ് പി ഉള്ളത്. ഇങ്ങനെ ചോദിച്ചാൽ ഈ ആംഗിളാണ് തീറ്റ. നമ്മളെ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനല്ലേ, ഇങ്ങനെ വരക്കുന്ന ലൈനല്ലേ ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിലോ, ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഈ ആംഗിളാണ് തീറ്റ അല്ലേ. അപ്പോൾ തീറ്റ കൂടുകയാണ്. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ പി ഇക്വിറ്റോറിയൽ ലൈനിലാണെങ്കിലോ, ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ തീറ്റ 90. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈനിൽ തീറ്റ എന്താണ്? 90 ആണ്. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈനിൽ തീറ്റ 90 ആണ്. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈൻ തീറ്റ ആയിക്കൽ 90. അപ്പോൾ പൊട്ടൻഷ്യൽ ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ഡൈപോൾ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈനിൽ തീറ്റ 90 ആണ്. അപ്പോൾ കോസ് 90 എന്താണ്? 0. അപ്പോൾ കോസ് 90 0 ആയതുകൊണ്ട് ഇത് ടോട്ടലി ഇറ്റ് ബിക്കം 0. അപ്പോൾ പൊട്ടൻഷ്യൽ ഓൺ ദ ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ഡൈപോൾ എന്താണ്? ഇക്വിറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ 0 ആണ്. ആക്സിയൽ ലൈനിൽ ഇങ്ങനെയാണ് ഇൻ ദ കേസ് ഓഫ് ഡൈപോൾ. ഓക്കെ, ഈ ക്ലാസ് ഇവിടെ നിർത്താം.